ഓം ശാന്തി. അവ്യക്ത പരിവാരത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ മാസത്തെ ഹോംവർക്കാണ്. ജീവിതത്തിൽ മധുരതയുടെയും സ്നേഹത്തിൻ്റെയും ഗുണം ധാരണ ചെയ്യുകയാണെങ്കിൽ മറ്റെല്ലാ ഗുണങ്ങളും സഹജമായും വന്നു ചേരും. ഈ ഹോംവർക്കിനെ പ്രതിയുള്ള ഇന്നത്തെ വിഷയമാണ് സരളതയുടെയും സഹനശീലതയുടെയും ഗുണം ധാരണ ചെയ്യുമെന്ന്. ഇന്നത്തെ അവ്യക്ത സൂചന: ശക്തികളുടെ ചിത്രങ്ങളിൽ സരളതയുടെയും സഹനശീലതയുടെയും 2 ഗുണങ്ങൾ ദേവിമാരിൽ കാണപ്പെടുന്നു. സഹനശീലതയിൽ നിന്ന് സരളതയും മധുരതയും സ്വതവേ വന്നു ചേരുന്നു. ഇപ്പോൾ ഈ 2 ഗുണങ്ങളെയും സമാനമാക്കണം. എത്രത്തോളം ജ്വാലാരൂപമോ അത്രയും ശീതളതാരൂപം. മുഖം ശീതളതയുടെയും കർത്തവ്യം ജ്വാലയുടേതുമായിരിക്കണം. മനോവൃത്തിയിലും വാക്കിലും എപ്പോഴും കർമ്മത്തിലും സദാ മധുരതയുടെ ഗുണം ധാരണ ചെയ്യണം. ഇപ്പോൾ ഈ വിഷയത്തെക്കുറിച്ച് മോഹിനി ദീദിയിൽ നിന്നും കേൾക്കാം. ഓം ശാന്തി. ബാബയുടെ സരളചിത്തരായ മക്കളല്ലേ? സരളചിത്തർക്ക് ഒരുപാട് ചിന്തയുണ്ടാവില്ല. മറ്റുള്ളവരുടെ സ്വഭാവം, സംസ്കാരം അതവരുടേതല്ലേ. ആരെങ്കിലും താങ്കളിൽ ക്രോധം പ്രകടിപ്പിക്കുകയാണെങ്കിൽ താങ്കളുടെ മേലാണ് ക്രോധം പ്രകടിപ്പിച്ചത്, പക്ഷേ താങ്കൾക്ക് അതിൻ്റെ ഒരു പ്രഭാവം ഉണ്ടാകരുത്. ആ ആത്മാവിനെ പ്രതി ദയ തോന്നണം. അവർക്ക് എത്രയാണ് ക്രോധമെന്ന് ചിന്തിക്കണം. ക്രോധത്തിൻ്റെ ബുദ്ധിമുട്ട് അല്ലെങ്കിൽ നഷ്ടം അവനവന് തന്നെയാണ് ഉണ്ടാകുന്നത്. ക്രോധിച്ചുകൊണ്ട് മനുഷ്യർ ഒരുപാട് നഷ്ടമുണ്ടാക്കുന്നു, സ്വയം ദുഃഖിയാകുകയും ചെയ്യുന്നു. അവനവൻ്റെ മക്കളുടെ മേലും ക്രോധം പ്രകടിപ്പിക്കുന്നു. ചിലർ വളരെ മോശമായിട്ടുള്ള സ്വഭാവത്തിലേക്കും വീണു പോകുന്നു. പക്ഷെ എനിക്ക് അവർ ക്രോധിച്ചതുകൊണ്ട് എൻ്റെ ഉള്ളിൽ ഫീലിംഗ് ആവരുത്. എന്തെങ്കിലും പരവശതയോ എന്തെങ്കിലും ആശയക്കുഴപ്പമോ എന്തെങ്കിലും സമസ്യകളോ പരാതികളോ ഉണ്ടെങ്കിലാണ് ക്രോധം ഉണ്ടാകുന്നത്, പ്രകടിപ്പിക്കുന്നത്. പലരുടെയും ആരോഗ്യനില ചിലപ്പോൾ ശരിയാവുകയില്ലല്ലോ. അതുപോലെ ഇത് മനസ്സിൻ്റെ ആരോഗ്യ പ്രശ്നമാണ്. മനസ്സ് ആരോഗ്യമായിരിക്കില്ല. മനസ്സ് ശരിയല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ രീതിയിൽ അത് പുറത്തേക്ക് വരുമല്ലോ. പലതും ടെൻഷൻ്റെ രൂപത്തിലായിരിക്കും വരുന്നത്. അപ്പോൾ ക്രോധം പ്രകടിപ്പിക്കും. അതിനാൽ ബാബ പറയുന്നത് സഹനശീലതയുടെ ഗുണം. തൻ്റെ ശീതളമായ ദൃഷ്ടിയിലൂടെ മറ്റുള്ളവരുടെ ക്രോധം ശാന്തമാവുക തന്നെ ചെയ്യും. നോക്കൂ, നമ്മൾ ജ്ഞാനത്തിലേക്ക് വന്നു കഴിഞ്ഞു. പലർക്കും പല കാരണത്താലാണ് ക്രോധം വരുന്നത്. നമ്മൾ കാരണമാകണമെന്നില്ല. ക്രോധമാകുന്ന അഗ്നിയെ അണയ്ക്കുകയാണ് നമുക്ക് വേണ്ടത്. സരളതയുടെയും സഹനശീലതയുടെയും ഗുണം ഇതിന് വളരെയധികം ആവശ്യമാണ്. ചിന്തിക്കേണ്ടിയിരിക്കുന്നു ബാബ കേൾപ്പിക്കുന്ന പോയിന്റിനെ കുറിച്ച്. ശിവശക്തികളുടെ ദേവിമാരുടെ ചിത്രങ്ങളിൽ സരളതയുടെയും സഹനശീലതയുടെയും 2 ഗുണങ്ങളാണ് കാണിക്കുന്നത്. സഹനശീലതയിലൂടെയാണ് മധുരതയുടെയും സഹനശീലതയിലൂടെയാണ് സരളതയുടെയും ഈ 2 ഗുണങ്ങളും വരുന്നത്. ഇപ്പോൾ ഈ 2 ഗുണങ്ങളെയും നമുക്ക് സമാനമാക്കി വെക്കണം. എത്രത്തോളം ജ്വാലാരൂപമാണോ അത്രത്തോളം ശീതളതയുടെ രൂപം നമ്മളിലും ഉണ്ടാകണം. മുഖം ശീതളതയുടേതായിരിക്കണം. കർത്തവ്യം ജ്വാലാരൂപം ശക്തി രൂപത്തിൻ്റെതായിരിക്കണം. വൃത്തിയിലും വാക്കിലും കർമ്മത്തിലും
സദാ മധുരതയുടെ ഗുണം ധാരണ ചെയ്യണം. ഏതൊരു കർത്തവ്യം നമ്മൾ ചെയ്യുകയാണെങ്കിലും ആന്തരികമായി ഏതെങ്കിലും കാര്യത്തിൽ നമ്മൾ ഉത്തേജിതമാകരുത്, പെട്ടെന്ന് റിയാക്ട് ചെയ്യരുത്. എന്ത് സംഭവിക്കും, എങ്ങനെ സംഭവിക്കും, സംഭവിക്കുമോ ഇല്ലയോ, ഒരുപാട് ടെൻഷൻ നമുക്ക് പാടില്ല. ആരെങ്കിലും സംസാരിക്കുമ്പോൾ ആവേശത്തിലേക്ക് വരിക, അതുകൊണ്ട് ആന്തരികമായ രീതിയിൽ നമുക്ക് ചെക്കിംഗ് ചെയ്യണം, പരിശോധിക്കണം. ആരുടെയെങ്കിലും സ്വഭാവം കാരണത്താൽ താങ്കൾ ശീതളമായിരിക്കൂ, പുഞ്ചിരിയോടെ ഇരിക്കൂ, അതായത് നേരത്തെ പറഞ്ഞല്ലോ, അഗ്നി അണയ്ക്കുന്ന ജോലിയാണ് ചെയ്യേണ്ടത്. അങ്ങനെ അവസാനം പതുക്കെ പതുക്കെ ആർക്കാണോ ക്രോധത്തിൻ്റെ സ്വഭാവമുള്ളത് അവർ പോലും നമ്മുടെ സ്വഭാവത്തിലൂടെ, നമ്മുടെ പെരുമാറ്റത്തിലൂടെ പരിവർത്തനപ്പെടും. ഇവർ ഇത്രയും മധുരതയോടെ എന്നോട് സംസാരിക്കുന്നല്ലോ, വളരെ ശീതളമായ മുഖമാണല്ലോ, അപ്പം ഇതിൻ്റെ പ്രഭാവം അവരിലും ഏൽക്കും. അതുകൊണ്ട് ആദ്യം സഹനശീലതയുടെ ഗുണം, അതിലൂടെ ശീതളതയുടെയും ഗുണം വരും. സഹിക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ പിന്നീട് എന്തെങ്കിലുമൊക്കെ നമ്മൾ മറുപടി നൽകും. അപ്പോൾ കൂടുതൽ അഗ്നിയിൽ എണ്ണയൊഴിക്കുന്നതിന് സമാനമാകും. പലരും ഇങ്ങനെയാണ് പറയുന്നത്, ഞങ്ങൾ ഒരുപാട് സഹിച്ചു എന്ന്. സഹനശക്തി ഗുണവുമാണ്. അതേപോലെ സഹിച്ചു എന്ന് പറയുമ്പോൾ അതൊരു ദുർബലതയുടെ അടയാളവുമാണ്. ചിലർ ക്രോധിക്കുമ്പോൾ നമ്മൾ അവരുടെ മുന്നിൽ നിന്ന് മാറിപ്പോകണം. അപ്പോൾ കൂടുതൽ നമുക്ക് അവരുടേത് കേൾക്കേണ്ടി വരില്ല, നമുക്കും ക്രോധം വരില്ല. വെറുതെ ക്രോധിച്ചുകൊണ്ടേയിരിക്കുന്നു അർത്ഥം അത്രയും ദുർബലമാണെന്നുള്ളതാണ് അർത്ഥം. അതുകൊണ്ട് തൻ്റെ സ്വമാനത്തിലിരിക്കൂ, തൻ്റെ ദൈവിക രൂപത്തിൽ സ്ഥിതി ചെയ്യൂ. ജാനകി ദാദിജി എപ്പോഴും പറയുമായിരുന്നു, ആരോടെങ്കിലും ക്രോധം പ്രകടിപ്പിക്കണം എന്ന് തോന്നുകയാണെങ്കിൽ എൻ്റെ മുന്നിലേക്ക് വന്ന് ചെയ്യൂ. എന്തുകൊണ്ടെന്നാൽ ദാദിയുടെ മുന്നിൽ വരുമ്പോൾ ആർക്കും ക്രോധം വരില്ല. ബാബയുടെ മുന്നിലേക്ക് വരുമ്പോഴും ആരുടെയും ശബ്ദം ഉയരുകയില്ല. ഇങ്ങനെയുള്ള പെരുമാറ്റം ആർക്ക് നമ്മളോട് ചെയ്യാൻ തോന്നാതിരിക്കട്ടെ. മറ്റുള്ളവർക്ക് നമ്മൾ അനുവാദം കൊടുക്കുന്നതേ എന്തിനാണ്? അവർക്ക് എന്ത് പെരുമാറ്റം നമ്മളോട് കാണിക്കണമോ കാണിച്ചോട്ടെ എന്ന് ചിന്തിക്കരുത്. ഏത് രീതിയിലും അവർ നമ്മളോട് പെരുമാറിക്കോട്ടെ എന്ന് ചിന്തിക്കരുത്. നമുക്ക് നമ്മുടെ സ്വമാനത്തിലിരിക്കണം. സ്വമാനത്തിലൂടെയാണ് സഫലത ഉണ്ടാകുന്നത്. ബാബ വളരെ നല്ല ധാരണയുടെ കാര്യങ്ങൾ നമുക്ക് കേൾപ്പിക്കുന്നുണ്ട്. ഭോജനം വളരെ നല്ല രീതിയിലല്ലേ ലഭിക്കുന്നത്. ബാബയുടെ മഹാവാക്യങ്ങളെ കേൾക്കുക, മനസ്സിലാക്കുക, ധാരണ ചെയ്യുക, ഇതാണ് നമ്മളുടെ കടമ. അതിനാൽ ഇന്നത്തെ ഹോംവർക്ക് സരളത, സഹനശീലത. ഓം ശാന്തി.